ഇവർക്കൊക്കെ പാർട്ടി ഓഫീസിൽ പോയാല് ആകെ പൊന്തുന്ന ഒരൊറ്റ സാധനം മാത്രമല്ലേ ഉള്ളൂ. അതിനാണെങ്കിൽ തീവ്രത അളന്നിട്ട് ഒരു പ്രമേയം അങ്ങോട്ട് പാസാക്കിയാൽ മതിയല്ലോ. ഈ കമ്മി എന്ന വാക്കും പിന്നീട് അന്തം കമ്മി എന്ന പരിഹാസ രൂപേണയുള്ള വാക്കും ഉണ്ടായത് CPM-ലെ ഇസ്ലാമിനെയും ക്രൈസ്തവനെയും ഉദ്ദേശിച്ചല്ല, മറിച്ച് മൂഢനായ ഹിന്ദുവിനെ മാത്രം ഉദ്ദേശിച്ചാണെന്ന് വീണ്ടും തെളിയിച്ചു. അന്തം കമ്മി അഥവാ അടിമക്കണ്ണ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന CPM ജില്ലാ സെക്രട്ടറിയുടെ കണ്ടുപിടുത്തം അല്ലെങ്കിൽ പാർട്ടിയിലെ ജിഹാദി വൽക്കരണം. ഏതായാലും ഉത്തരം പറയേണ്ടത്. നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരാളൊരു ഇമേജ് വാട്സപ്പ് ചെയ്തു തന്നു. CPIM കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ വക ഒരു പാർട്ടി ക്ലാസിന്റെ നോട്ടീസായിരുന്നു സംഭവം. മെയ് 27-ന് കഴിഞ്ഞ സംഭവമാണ് കേട്ടോ. പാർട്ടി ക്ലാസ് ഒക്കെ അവരുടെ ആഭ്യന്തര കാര്യം, അതിലിപ്പോ നമുക്കെന്താ എന്ന് പലരും ചോദിച്ചേക്കാം. പക്ഷേ ആ നോട്ടീസ് കണ്ടപ്പോൾ പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നിയില്ല കേട്ടോ. കാരണം പാർട്ടി സത്യത്തിൽ ജിഹാദിവൽക്കരിക്കപ്പെട്ടു എന്നത് ഹിന്ദുക്കളായ കമ്മികൾ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും തലയ്ക്കകത്ത് എന്തെങ്കിലും ഉള്ളവരൊക്കെ ആ പരമാർത്ഥം അംഗീകരിച്ച് കഴിഞ്ഞു എന്നതാണ് സത്യം. അതായത് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം. നോട്ടീസ് മുഴുവനൊന്നും ഞാൻ വായിക്കുന്നില്ല. പക്ഷേ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ച പ്രകാരം കേരളത്തിലെ എല്ലാ CPIM അംഗങ്ങൾക്കും നൽകുന്ന 2025 വർഷത്തെ പാർട്ടി ക്ലാസ്, അതാണ് വിഷയം. ഈ നോട്ടീസിൽ ക്ലാസ് 2 എല്ലാവരും ഒന്ന് ശ്രദ്ധയോടെ വായിക്കണം. മതമില്ലാത്ത കമ്മികൾക്ക് കോർപ്പറേറ്റുകളോട് വിരോധം തോന്നുന്നത് സ്വാഭാവികം. പക്ഷേ മുസ്ലിങ്ങളുടെ വോട്ട് നേടാനുള്ള അവസാന അടവ് എന്നുള്ള രീതിയിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ഹിന്ദു സഖാക്കളുള്ള പാർട്ടിക്കകത്ത് ക്ലാസ്സിനായിട്ട് തെരഞ്ഞെടുത്ത വിഷയം അതൊരു പുതിയ വിഷയം തന്നെയാണ്. അതായത് കോർപ്പറേറ്റ് ഹിന്ദുത്വ ശക്തികളോടുള്ള സമരം. ഇവിടെ ഇതിനെ നമുക്ക് അന്തം കമ്മി അഥവാ അടിമക്കണ്ണ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന CPM ജില്ലാ സെക്രട്ടറിയുടെ കണ്ടുപിടുത്തം അല്ലെങ്കിൽ പാർട്ടിയിലെ ജിഹാദിവൽക്കരണം എന്നൊക്കെ വിശേഷിപ്പിക്കാം. പക്ഷേ ഇതിന് ഉത്തരം തരേണ്ടത് അഥവാ വിശദീകരണം നൽകേണ്ടത് രഘുനാഥൻ എന്ന മൂത്ത കമ്മിയാണെന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ഒരൊറ്റ അന്തം കമ്മി ഹിന്ദുവും ചോദ്യം ചെയ്യില്ല എന്നുറപ്പുള്ളതുകൊണ്ട് തുമ്പു മുറിക്കാൻ ക്യൂവിൽ നിൽക്കുന്ന സെക്രട്ടറിക്ക് വാതുറക്കേണ്ടി വരില്ല എന്നുള്ളതാണ് സത്യം. ഇതിലൂടെ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം. കമ്മി എന്ന വാക്കും പിന്നീട് അന്തം കമ്മി എന്ന പരിഹാസ രൂപേണയുള്ള വാക്കും ഉണ്ടായത് CPM-ലെ ഇസ്ലാമിനെയും ക്രൈസ്തവനെയും ഉദ്ദേശിച്ചല്ല, മറിച്ച് മൂഢനായ ഹിന്ദുവിനെ മാത്രം ഉദ്ദേശിച്ചാണെന്ന്. എന്നാലും ഈ ക്ലാസ്സിൽ ഇരിക്കാനുള്ള ഒരു ഹിന്ദുവിന്റെ മനസ്സ് അതിനെ എന്ത് വാക്കുകൊണ്ടാണ് വിശേഷിപ്പിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ സത്യത്തിൽ സംഭവിച്ചത് ഹിന്ദു കമ്മ്യൂണിസം സ്വീകരിച്ചപ്പോൾ മതം ഉപേക്ഷിച്ചു, ഹൈന്ദവ പുരാണങ്ങളും ആചാരങ്ങളും ഉപേക്ഷിച്ചു, ക്ഷേത്ര ദർശനവും നാമജപവും അങ്ങനെ അവന്റെ പാരമ്പര്യമായിട്ടുള്ളതൊക്കെ ഉപേക്ഷിച്ചു. എന്നിട്ട് അതൊക്കെ പാലിക്കുന്നവനെ അവര് സംഘിപ്പട്ടം ചാർത്തി പരിഹസിച്ചു. പക്ഷേ കൊടിയേരിയുടെ ഭാര്യയ്ക്ക് പൂമുടൽ നടത്താം. പഴയ സിമി പ്രവർത്തകന്റെ ഭാര്യയായ കമ്മി നവോത്ഥാന നായകന്റെ മകളായ വീണയ്ക്ക് തമിഴ്നാട്ടിൽ പോയി ക്ഷേത്ര ദർശനവും നടത്താം. ഈ സമയത്ത് ഇവരൊക്കെ സ്വതന്ത്ര വ്യക്തിത്വങ്ങളാകുമല്ലോ. ചോദ്യം ചെയ്യാൻ അന്തം കമ്മി ഹിന്ദു സഖാക്കൾക്ക് നാവ് പൊന്തില്ല. പറഞ്ഞിട്ടും കാര്യമില്ല. ഇവർക്കൊക്കെ പാർട്ടി ഓഫീസിൽ പോയാല് ആകെ പൊന്തുന്ന ഒരൊറ്റ സാധനം മാത്രമല്ലേ ഉള്ളൂ. അതിനാണെങ്കിൽ തീവ്രത അളന്നിട്ട് ഒരു പ്രമേയം അങ്ങോട്ട് പാസാക്കിയാൽ മതിയല്ലോ. ഇതിനു വേണ്ടിയിട്ട് മാത്രമാണല്ലോ ഇവർ പാർട്ടിയിൽ നിൽക്കുന്നത് തന്നെ. പക്ഷേ മറുവശത്ത് അങ്ങനെയൊന്നും അല്ല. അവർക്ക് മാമോദീസയും സുന്നത്തും സൺഡേ ക്ലാസും മദ്രസയും എല്ലാം ഉണ്ട്. ചുരുക്കത്തില് ക്രിസ്ത്യാനിയില് ക്രൈസ്തവ സഖാക്കളുണ്ട്, ഇസ്ലാമില് മുസ്ലിം സഖാക്കളുമുണ്ട്. പക്ഷെ ഹിന്ദുവില് ഹിന്ദു സഖാക്കളില്ല, പകരം അന്തം കമ്മികൾ മാത്രം.